പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ നല്ലൊരു വില്ല പ്രോജക്റ്റിനകത്താണ്. ആളുകൾ താമസിക്കുന്ന വില്ലയും കൂടിയാണ്. കളമശ്ശേരി മുഖം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന ജുഡീഷ്യൽ സിറ്റി, തൊട്ടടുത്തായിട്ട് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻറ്റർ, ന്യൂ ആർട്സ് കോളേജ്, മെട്രോ സ്റ്റേഷൻ എന്നിങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനോട് വളരെ അടുത്തായിട്ട് വലിയൊരു വില്ല പ്രോജക്റ്റിനകത്ത് മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. 3 സെൻറ്റ് 950 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 1900 സ്ക്വയർ ഫീറ്റിൻ്റെ സ്പേഷ്യസ് ആയിട്ടുള്ള 3 BHK ആണ്. നമുക്കിനി ഈ വീടിൻ്റെ എലിവേഷനിലേക്ക് ഒന്ന് പോകാം. നല്ല വീതിയുള്ള റോഡാണ് എൻട്രൻസിൽ നിന്ന് വരുന്നത്. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്കും കൂടിയാണ്. കോർണർ പ്ലോട്ടാണ്. കോർണർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ 2 ഫേസ് ആയിട്ടാണ് എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മതിലിൻ്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും ഭംഗിയുള്ളൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. ടൈലാണ് ബാക്കിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരാനുണ്ട്. വലിയൊരു SUV-യും വലിയൊരു സെഡാനും ഏതും ആയിക്കോട്ടെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് കൊടുത്തിരിക്കുകയാണ്. പവർ പോയിന്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് നോർത്ത് സ്പേസിലേക്ക് വരാം. ഇവിടെയായിട്ട് പേവിംഗ് ആയിട്ട് ടൈല് കൊടുത്തിട്ടുണ്ട്. അവിടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് നല്ലൊരു അടുക്കളയും അതുപോലെ വർക്ക് ഏരിയയും വരുന്നുണ്ട്. ഇനി നമുക്ക് സൗത്ത് സൈഡിലേക്ക് വരാം. ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിയൊരു വാഹനം നമുക്ക് ഇവിടെയും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം വലിപ്പമുള്ള വാഹനം തന്നെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ഇത് KWA വാട്ടറിൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ്. ചെറിയൊരു പമ്പ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മേലേക്ക് ലിഫ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് സ്റ്റോറേജ് സ്പേസ് ആണ്. മാത്രമല്ല നമുക്ക് വെൽ വാട്ടറും കൂടി അവൈലബിൾ ആണ്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് സ്റ്റോൺ വർക്കുകളെല്ലാം വരുന്നുണ്ട്. നേരെ നമുക്ക് അകത്തേക്ക് പോകാം. കയറുന്ന എൻട്രൻസിന് മേലെയായിട്ടും ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് തന്നെയാണ് വന്നുള്ളത്. പ്രധാന ഡോറ് വന്നിരിക്കുന്നത് വെസ്റ്റിലേക്കാണ്. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. നല്ലൊരു ഡോറിന് പാറ്റേൺ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു ഹാൻഡിൽ വരുന്നുണ്ട്. ഫുള്ള് പാനൽ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ അകത്തേക്ക് പോകാം. നമ്മൾ വീടിനകത്തേക്ക് വന്നു. കയറി വരുന്ന എൻട്രൻസിന് മേലെയായിട്ടും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ലിവിങ് സ്പേസ് ഒന്ന് മാറ്റിയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടാണ് ലിവിങ് സ്പേസ് വന്നുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസ് വന്നിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡാണ്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 3 പാളി ജനലാണ് വന്നുള്ളത്. നല്ലൊരു ഡിസൈനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫുള്ള് പാനൽ ചെയ്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. അവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. മാറ്റ് ടൈലാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു മാറ്റ് ടൈല് കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടാണ് ഇവിടെ TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. എത്ര വലിയ TV ആണെങ്കിലും നമുക്ക് ഇവിടെ ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ബാക്ക്ഗ്രൗണ്ടിലുള്ള വുഡിൻ്റെ ടെക്സ്ചറിലൊരു PVC ലാമിനേഷനും ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ലിവിങ് സ്പേസാണ് നമുക്ക് ഈ വീടിന് കിട്ടിയിട്ടുള്ളത്. നേരെ ഡൈനിങ്ങിലേക്ക് വരാം. ഈ ഡൈനിങ്ങിനും ലിവിങ്ങിനും സെപ്പറേഷൻ ചെയ്യുന്ന ഭാഗമാണ് ഈ കാണുന്നത്. നല്ലൊരു വർക്ക് തന്നെയാണ്. ഇതിനകത്തൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സുകൾ കൊടുക്കാം. LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ ഡൈനിങ്ങിലേക്ക് വരാം. വലിയൊരു ഡൈനിങ് ടേബിൾ നമുക്ക് ഇടാനുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് ഈ കാണുന്നത് ഈസ്റ്റ് സൈഡാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ധാരാളം സൂര്യപ്രകാശം അകത്തേക്ക് വീഴുന്ന രീതിയിലാണ് ഡൈനിങ് സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടാണ് ഇതിൻ്റെ ഇന്റീരിയർ ഒരുക്കിയിട്ടുള്ളത്. ഓപ്പൺ കിച്ചനാണ്. ഇനി ഡൈനിങ്ങിൽ നിന്ന് മാറിയിട്ടാണ് വാഷ് കൗണ്ടർ വരുന്നത്. ഇങ്ങനെ വലിയൊരു ഗ്രാനൈറ്റിന് മേലെ ജാഗ്വറിൻ്റെ കൗണ്ടർ വാഷ് പീസും വന്നിട്ടുണ്ട്. പില്ലർ കോക്ക് വന്നിരിക്കുന്നതും ജാങ്കൂർ തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ടൈൽ വരുന്നുണ്ട്. ഒരു വുഡിൻ്റെ ഒരു പാനലിങ് വരുന്നുണ്ട്. മാത്രമല്ല ഒരു LED മിററും ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ വാഷ് കൗണ്ടറിൻ്റെ ഭാഗം വരുന്നത് ഡബിൾ ഹൈറ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും ഫാൻസി ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വാഷ് കൗണ്ടർ നമുക്കിവിടെ കിട്ടി.
ഇൻവെർട്ടർ വരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. സ്റ്റെയറിനടി കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം, ഇൻവെർട്ടർ വയ്ക്കാം. പിന്നെ ഈ ഭാഗത്തൊരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഗ്രീൻ മാറ്റോ അല്ലെങ്കിൽ പെബിൾസോ ഒക്കെ ഇട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെയായിട്ട് ഫ്ലവറോ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സോ ഒക്കെ കൊടുക്കാനുള്ള സ്പേസുമായിട്ട് ഇതിനെ യൂസ് ചെയ്യാം. നേരെ നമുക്ക് കിച്ചണിലേക്ക് വരാം. ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കിച്ചൻ്റെ എൻട്രൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെയായിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സുകളൊക്കെ കൊടുക്കാവുന്ന രീതിയിലൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. അതിനകത്ത് LED ലൈറ്റുകൾ വരുന്നുണ്ട്, ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഒരു കൗണ്ടറിനകത്തൊക്കെ ഓരോരോ പിന്നുകൾ കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. ചെറിയ ചെറിയ ക്യൂരിയോസും ചെറിയ ചെറിയ പ്ലാന്റ്സൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ഭംഗിയാക്കാവുന്നതാണ്. നേരെ കിച്ചൻ്റെ അകത്തേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഫുഡും ഹോബും അറേഞ്ച് ചെയ്യാം. പ്രീമിയം കളർ പാറ്റേണിലാണ് ഇതിൻ്റെ കബോർഡുകളെല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് വലിയൊരു ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് കയറി വരുന്ന എൻട്രൻസിന് ഇവിടെയായിട്ടും വേണമെങ്കിൽ ഫ്രിഡ്ജ് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെയായിട്ടാണ് സ്ക്വയർ സിങ്ക് വന്നിട്ടുള്ളത്. 2 ടാപ്പ് വന്നിട്ടുണ്ട്. വശങ്ങളിലെല്ലാം 4 പോയിന്റുകളൊക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കിച്ചൺ കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ വലിയൊരു വർക്ക് ഏരിയയും കൂടി ഉണ്ട്. നേരെ നമുക്ക് വർക്ക് ഏരിയയിലേക്ക് വരാം. നേരെ നമ്മൾ വർക്ക് ഏരിയയിലേക്കാണ് വരുന്നത്. താഴെ ഒട്ടിച്ചിരിക്കുന്ന ടൈല് 4x2 മാറ്റ് ടൈല് തന്നെയാണ്. വശങ്ങളെല്ലാം പോളികാർബണേറ്റ് ഷീറ്റ് തന്നെയാണ് കൊടുത്തുള്ളത്. മേലെ ഷീറ്റിൽ നിന്ന് പോളികാർബണേറ്റ് ഷീറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ലൈറ്റ് നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് കിട്ടുന്നുണ്ട്. 2 സൈഡും ഡോറിന് ലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സ്ക്വയർ സിങ്ക് വരുന്നുണ്ട്, ടാപ്പ് വരുന്നുണ്ട്, പവർ പോയിന്റുകൾ ധാരാളം വരുന്നുണ്ട്. ഇത് നോർത്ത് ഈസ്റ്റ് ഭാഗം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയും നമുക്ക് പാചകം ചെയ്യാവുന്നതാണ്. ഇവിടെ മാറി ഒതുങ്ങിയ ഒരു സ്പേസും കൂടി ഉണ്ട്. അത് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് യൂസ് ചെയ്യാം. പവർ പോയിന്റ്, വാട്ടർ ലൈൻ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്പേസ് നമുക്ക് കിഴക്ക് വശത്ത് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് പോകാം. നേരെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകാൻ പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. അത് വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇതാണ് വെസ്റ്റ് സൈഡ്. വലിയൊരു വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനോട് കൂടിയത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട്. ഇതിൻ്റെ നീളം വരുന്നത് 13 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ വാർഡ്രോബ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. ഇനി ഇവിടെ ആയിട്ടൊരു മിറർ വരാനുണ്ട്. ഇനി നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ബാത്റൂമും സ്പേഷ്യസ് ആണ്. ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു വാഷ് ബേസിൻ, മിറർ, അതുപോലെ ലൈറ്റ്. ഇവിടെയായിട്ടാണ് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. ഫ്ലഷ് ടാങ്ക് വരുന്നത് സിറ തന്നെയാണ്. ഇനി ക്ലോസറ്റ് നമുക്ക് നോക്കാം. അതും സിറ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഡയവേർട്ടർ വന്നിരിക്കുന്നത് മാത്രമാണ് ജാങ്കൂർ എന്നുള്ളത്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. ടൗൾ റാഡെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ടൗൾ റാഡ് തന്നെയാണ് വന്നുള്ളത്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാത്റൂമും നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. പൂർണ്ണമായും ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതെല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത്. സ്ക്വയർ ട്യൂബിൽ CNC കട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് ഹാൻഡ് റീൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. കയറുന്ന എൻട്രൻസിൽ തന്നെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ് ഓടിച്ചിരിക്കുകയാണ് നല്ല ഭംഗിയിൽ. ഇതിങ്ങനെ കയറി ഓടി എൻട്രൻസിലേക്ക് കയറുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റ് സൈഡിൽ ഒരു പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് വരുന്നുണ്ട്. നല്ലൊരു ലൈറ്റ് നമുക്ക് കിഴക്ക് വശത്ത് കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ വാഷ് കൗണ്ടറിൻ്റെ അവിടെയുള്ളൊരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ്. നല്ല ഭംഗിയിൽ വാഷ് കൗണ്ടറും കൊടുത്തിരിക്കുകയാണ്. നേരെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് വരാം. നല്ല സ്പേഷ്യസ് ആണ് അപ്പർ ലിവിങ് സ്പേസ്. ഇത് ഈസ്റ്റ് സൈഡാണ്. 3 പാളി ജനലും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ മനോഹരമായിട്ടാണ് ഫാൾ സീലിംഗ് വർക്കിൻ്റെ ഡിസൈൻ വന്നുള്ളത്. LED ലൈറ്റുകളും വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സോഫ സെറ്റീസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു TVയും കൊടുക്കാം. അതിനുള്ള സ്റ്റോറേജ് സ്പേസും എല്ലാ സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് ആ ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കിഴക്ക് ഭാഗത്തേക്ക് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് ഒരു സ്റ്റഡി ടേബിൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടുന്ന് തന്നെ നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറാം. ഇങ്ങനെ ഇതൊരു ചെറിയൊരു ബാൽക്കണി പോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്, വാട്ടർ ലൈൻ വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്. ഒരു വാഷിംഗ് മെഷീൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അലക്കി നമുക്ക് ഏറ്റവും മേലെ കൊണ്ടുപോയി വിരിക്കാവുന്നതാണ്. വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും നമുക്ക് യൂസ്ഫുള്ളാണ്. നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. നോർത്ത് വെസ്റ്റ് ഭാഗത്തുള്ള ബെഡ്റൂമാണ്. 14 അടി നീളവും 11 അടി വീതിയുള്ള
വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഈ ഭാഗം വരുന്നത്. ഇത് നോർത്ത് സൈഡ് 3 പാളി ജനൽ, ഇത് വെസ്റ്റ് സൈഡ് ഇവിടെയും 3 പാളി ജനൽ, വലിയ വിൻഡോസാണ് കൊടുത്തുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ട് വാർഡ്രോബ്സ് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ. അതിനകത്ത് LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയുള്ളൊരു കബോർഡുകളാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. നേരെ ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ബേസും വരുന്നുണ്ട്, മിറർ ലൈറ്റ്, ഇവിടെയായിട്ട് ജാങ്കോൻ്റെ ഒരു ഡൈവേർട്ടർ, റെയിൻ ഷവർ, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്രഷ് ടാങ്ക്, ടവൽ റാഡ്, ഹീറ്റിൻ്റെ പോയിന്റ് എല്ലാം ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ വിത്ത് ഗ്ലോസിയാണ്. ഡോറിൻ്റെ പാറ്റേണും എടുത്തു പറയേണ്ടത് തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ റൂമിലേക്ക് പോവാം. നമ്മളിപ്പോൾ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലാണ്. മാസ്റ്റർ ബെഡ്റൂമാണ്. വന്നിരിക്കുന്ന വശം എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് കോർണറാണ്. ഇത് വെസ്റ്റ് സൈഡാണ്. വലിയ വിൻഡോസാണ് വന്നുള്ളത്, അത് സൗത്ത് സൈഡാണ്. ഓരോ പാളി വീതം ജനൽ വന്നിട്ടുണ്ട്. പിന്നെ മനോഹരമായിട്ടാണ് ഫാൾ സീലിംഗ് വർക്കും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 13 അടി നീളവും 12 അടി വീതിയാണ്. ഇങ്ങനെയാണ് വാൾഡ്രോബ്സ് വന്നുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള വാൾഡ്രോബ്സ് വന്നിട്ടുണ്ട് വിത്ത് ഡ്രസ്സിംഗ് ടേബിളോട് കൂടിയത്. ഇവിടെ പവർ പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് മിററും വരാനുണ്ട്. അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡ്രസ്സിംഗ് ടേബിളാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. ഇവിടെയായിട്ട് നല്ലൊരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്രഷ് ടാങ്ക്, ഇവിടെയായിട്ടാണ് ജാങ്കോൻ്റെ ഒരു ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് ഒക്കെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ വിത്ത് ഗ്ലോസിയാണ്. അപ്പോൾ നല്ല ബാത്റൂം നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. ബാൽക്കണിയിലേക്ക് പോകുന്ന എൻട്രൻസ് 2 ബെഡ്റൂമിൻ്റെ മിഡിലിൽ കൂടിയാണ്. നേരെ പോകാം. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനാണ് വന്നുള്ളത്. അതുപോലെ തന്നെ CNC കട്ടിങ് വരുന്നുണ്ട്. പാരപ്പറ്റിന് ഇത്തിരി ചാട്ടം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ ധാരാളം ചെടികൾ വയ്ക്കാനുള്ള സ്പേസും ഉണ്ട്. അപ്പം മനോഹരമായിട്ടുള്ളൊരു വില്ലയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. 3 സെൻറ്റ് 900 ലെങ്സ് ലാൻഡ് ഏരിയയിൽ 1900 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. അപ്പോൾ ഇതിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 90 ലക്ഷം രൂപയാണ്. അതും ആസ്കിംഗ് പ്രൈസാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ സ്ഥലം വരുന്നത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലാണ്, തേവക്കലാണ്. മാത്രമല്ല നമുക്ക് മെഡിക്കൽ കോളേജിലേക്കും സീപോർട്ട് എയർപോർട്ട് റൂട്ടിലേക്കും മെട്രോ സ്റ്റേഷനിലേക്കും കാക്കനാട് ഇൻഫോ പാർക്കിലേക്കൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ മനോഹരമായിട്ടൊരു വില്ല പ്രോജക്റ്റിനകത്തും കൂടിയാണ്. അപ്പോൾ ഇത് ചോദിക്കുന്ന റേറ്റാണ്. ഒരു മടിയും കൂടാതെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് സൈറ്റ് വിസിറ്റിനും മറ്റനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യത്തിനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.